ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ്. നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ബട്ടർ ചിക്കൻ ആട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബട്ടർ ചിക്കൻ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, എന്നാൽ അതിനേക്കാൾ ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം അല്ലേ? അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും, 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി അല്ല കേട്ടോ ഉപയോഗിച്ചത്. അതിനുശേഷം നമുക്കിത് മസാല റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് ബട്ടറും ഓയിലും കൂടി ഞാൻ മിക്സായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലോ ഏതൊരു ഓയിൽ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ വെളിച്ചെണ്ണ ചേർക്കരുതേ. അതിലേക്ക് 2 വലിയ സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള നമ്മൾ ഒരുപാട് ചെറുതായി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാനുള്ളതാണല്ലോ. അതുപോലെ തന്നെ സവോള ഒരുപാട് ബ്രൗൺ കളറായി വഴണ്ട് കിട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിലേക്കൊരു 10-12 കാഷ്യൂ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാഷ്യൂയും കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 4 ചെറിയ തക്കാളി ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളി കൂടി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സാക്കി നമ്മൾ ഈ പൊടികളൊക്കെ നന്നായി പച്ചമണം മാറി മൂത്ത് വരട്ടെ. അത് കഴിഞ്ഞ് അത് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ബട്ടറും ഓയിലും കൂടി മിക്സാക്കിയിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനൊക്കെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കനൊക്കെ നന്നായി ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ വഴറ്റി വെച്ചേക്കുന്ന സവോള പേസ്റ്റില്ലേ, അതൊക്കെ നന്നായി നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഈ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് മിക്സാക്കി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, ഞാൻ പച്ചവെള്ളമാണേ, ചൂടുവെള്ളമല്ല, വെള്ളം കൂടി ചേർത്ത് അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തില്ലല്ലോ, നേരത്തെ ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തിളവന്നതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കസ്തൂരി മേത്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് കയ്യിൽ വെച്ച് ഇങ്ങനെ പൊടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ക്രീമും ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി ബട്ടർ ചിക്കൻ റെഡിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.